സിമ്പിൾ എഗ് റോസ്റ്റാണ്. 2 മീഡിയം സൈസ് സവാളയും 1 തക്കാളിയും ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും പൊടിച്ച ശേഷം സവാളയും ഉപ്പും കൂടിയിട്ട് നന്നായി വഴറ്റുക. ബ്രൗൺ കളർ ആവുമ്പോൾ തക്കാളി ആഡ് ചെയ്യുക. അടച്ച് വെച്ച് വേവിച്ച പെൻറ്റിൽ വെന്ത് കിട്ടും. ഇനി മസാലാസ് ആഡ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം കുറച്ചിനെ ആഡ് ചെയ്യുന്നുണ്ട്. തിക്ക് ഗ്രേവിയാണ്, അതിനനുസരിച്ച് വെള്ളം മതി. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അതിലേക്ക് ചാറൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും അത് പച്ചമണം മാറുന്ന വരെ വഴറ്റി അടച്ച് വെച്ച് വേവിക്കുന്നു. അതിനുശേഷം ഉപ്പൊക്കെ പാകം നോക്കി അതിൽ 1/2 to 3/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്തതിന് കറിക്ക് വേറൊരു ടേസ്റ്റാണ്, മാത്രമല്ല പച്ചക്കുത്തുണ്ടെങ്കിൽ മാറി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മസാല ഒന്നുകൂടി മുരിക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റായിട്ട് മുട്ട ആഡ് ചെയ്യുന്നു. മുട്ട ഈ മസാല വെച്ച് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി റെഡിയാണ് കേട്ടോ. നല്ല കട്ട തൈര് ഉപ്പും കൂട്ടി കുഴച്ച ചോറിൽ ഈ ഒരു കറി വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫും കൂടി കറിക്ക് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. ട്രൈ നോക്കൂ.